ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ഈ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇറിറ്റേഷൻ തോന്നും. അത് ക്രിസ്ത്യാനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ. യേശുവിൻ്റെ നാമത്തിൽ യേശു എന്ന് പറഞ്ഞ വചനാട്ടോ. ഈ വചനം നമ്മൾ പഠിക്കും, വചനം അനുസരിക്കുമ്പോഴാണ് ഇതെല്ലാം അനുഗ്രഹവും ക്രിയ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് യേശു യേശു എന്ന് വിളിച്ചാൽ യേശുമ്പരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിയുള്ളൂന്ന്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നടക്കുന്നവരെയാണ് യേശുമ്പരാൻ അറിയാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വചനം കേട്ടോ. 1 തിമോത്തിയോസ് 2:5-6. ദൈവം ഒരുവനല്ലോ. ബൈബിള് പറയുവാണ് ദൈവം ഒരുവനല്ലോ എന്ന്. ഈ എല്ലാ ഇതും നോക്കുക, ഖുറാനും ഭഗവത്ഗീത എല്ലാത്തിലും പറയാനുണ്ട് ദൈവം ഒരുവനാണ്. പിന്നെ നമ്മുടെ ഈ നാട് മുഴുക്കനും ദൈവത്തിനെ തേടി അറിയാക്കേണ്ട കാര്യമുണ്ടോ? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് ബൈബിള് പറയണ ഒരാളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പലരുടെ ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഓർക്കും, പലരും ഞങ്ങൾ ക്രിസ്ത്യൻസ് തന്നെ പലരോടും പ്രാർത്ഥിക്കും. അത് യേശുവിനോട് പ്രാർത്ഥിക്കാനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പക്ഷേ ഇതിൽ പറഞ്ഞേക്കുക ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനുള്ളൂ എന്ന്. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ബൈബിളിനെതിരല്ലേ? ഈ വചനത്തിനെതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്യുമ്പോൾ അതും ദൈവദോഷം കേട്ടോ. അപ്പോൾ ഇതിൽ ബൈബിളിൽ ഈ പറഞ്ഞേക്കണം, നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കണം. 1 തിമോത്തിയോസ് 2:5-6. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു ആണ് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയ്ക്ക് മധ്യസ്ഥനായി നിന്ന് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അനുഗ്രഹിച്ച് ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ദൈവമായിട്ട് യേശുവായിട്ട് അങ്ങനെ ബന്ധം തന്നെ. അപ്പോൾ അതൊക്കെ ശരിക്കും മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുക. എല്ലാ കാര്യത്തിനും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ബൈബിള് വായിക്കുക. അപ്പോൾ ഒത്തിരി ഇതെനിക്ക് വായിച്ച പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട് നമ്മൾ യേശുവായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഇടയ്ക്ക് ഒരാളെ കയറ്റി അവർ ചെന്ന് യേശുവിനോട് പറഞ്ഞ് അതൊക്കെ അവർ യേശുവിൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ അറിയണത്? യേശു പിതാവിൻ്റെ അടുത്തുണ്ടെന്നാണ് ബൈബിള് പറയണം. ബൈബിള് വിശ്വസിക്കുന്നവൻ ആകെ പറഞ്ഞേക്കണം ഞാൻ മാത്രം പിതാവിൻ്റെ അടുത്ത് അന്നും ആദിയിലും അന്ത്യത്തിലും എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയണേ. നമുക്കത് വിശ്വസിക്കാവേ. അപ്പോൾ ഇന്നത്തെ അതിമനോഹര ഗീവവേയുടെ കാര്യം പറയട്ടെ. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എല്ലാം ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. അപ്പം അവർക്ക് ഗിഫ്റ്റ് വൗച്ചറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ രേവതി ഗോൾഡൻ ഡയമണ്ട്സിൽ അതിമനോഹരമായ 2 സ്കീമുണ്ട്. നമ്മൾ സ്വർണ്ണത്തിൻ്റെ വില കീറുവാന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നാടോടുമ്പോൾ നടുവേ ഓർണം. അപ്പോൾ ഇപ്പം എല്ലാവരും സ്വർണ്ണം, ഇപ്പോൾ അമേരിക്കയിലും ചൈനയിലും എല്ലാവരും സ്വർണ്ണം മേടിക്കണത് അവരൊക്കെ ഇടാനാണോ? ചിലർ പറയും ഞാൻ എൻ്റെ മക്കളൊന്നും ഇടൂല, അല്ലാത്തവരും ഇടില്ല. അതേ ഇപ്പം നല്ല രസമില്ലേ ഈ മാല ഇട്ടിട്ട്? എന്താ ഗ്ലാമർ! അവർ വെയിറ്റ് കുറഞ്ഞ നല്ല മനോഹരമായ മാല. നമ്മളിപ്പോൾ സ്റ്റേഷനറി പോയി മാലകൾ മേടിക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് വെയ്റ്റിൻ്റെ മാലകൾ നല്ല കളറും പോകില്ല, ഒന്നുമില്ല. ഞാനിതിട്ടാൽ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുള്ളൂ അടുത്തത് ചാർത്തണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒത്തിരി ഐറ്റം ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്കീമിൽ കൂടുവാണെങ്കിൽ മിനിമം 1000 കേട്ടോ. അല്ലാണ്ട് 1000 രൂപ വെച്ച് ഇപ്പോൾ 12,000 രൂപയ്ക്ക് 2 ഗ്രാം പോലും കിട്ടൂലാത്ത കാലമായിപ്പോയി. അപ്പോൾ നമ്മൾ മിനിമം 1000 കയ്യിൽ കിട്ടണ പൈസ ഇപ്പം നിലവിലെ ലിക്വിഡ് അസറ്റായിട്ട് ഏറ്റവും നല്ല സ്വർണ്ണമാണ് നിക്ഷേപിക്കുക. പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോയിലേക്ക് കിടക്കാം. ഒത്തിരി വെറൈറ്റി മൽക്കോട്ടൻ്റെ ഒക്കെ നല്ല സൂപ്പർ. നമ്മൾ നേരത്തെ ഒരു 3-4 മാസം ഓണത്തിൻ്റെ സമയത്താണോ അല്ലേ? ഓണത്തിനല്ലേ? സാരിക്കും ടോപ്പിനും പെട്ടെന്ന് തീരുട്ടോ. ഇതിനത്ര 400 399 399. ഇത് ഡയബിൾ ആട്ടോ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഡൈ ചെയ്യാം. പക്ഷേ ഈ കളറാട്ടോ സ്റ്റാൻഡേർഡ്, ഒരു എലഗൻ ലുക്ക് കിട്ടും ഈ കളർ ഇടുമ്പോൾ. അത് എനിക്കിഷ്ടം, ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ്. നമുക്കൊരു ഫേസിനൊരു ഐശ്വര്യം എന്നൊക്കെ പറയില്ല, കേരള സാരി കൊടുക്കുമ്പോഴത്തെ ഐശ്വര്യം ഇല്ലേ, അത് ഈ കളറാണ്. ഡയബിളാ, ഒറിജിനലാണ്. അതിൽ എംബ്രോയ്ഡറിയാണ്. നല്ല മൽക്കോട്ടനിലാണ്. അപ്പോൾ 399 രൂപയുള്ളൂ. പെട്ടെന്ന് എടുത്തോ, സെക്കൻഡിൽ തീരൂട്ടോ. ഇത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ കാര്യം അറിയാൻ പാടില്ല, എടുക്കുമ്പോൾ കുറച്ചെടുക്കും, പിന്നെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് കുറേ നാളായിട്ടോ. നമ്മൾ ഡയബിൾ സിൽക്കിൽ സാരിക്ക് യൂസ് ചെയ്യാം, ടോപ്പിന് യൂസ് ചെയ്യാം, എല്ലാം സ്കേർട്ടും ബ്ലൗസും ഒക്കെ. ഇത് ഡയബിളാട്ടോ. 399 പ്യുവറാണ്. പ്യുവറായത് മാത്രമാട്ടോ ഡയബിളായിട്ട്. ഇത് ഡയബിളാണ് സിൽക്കിൽ. ചുരിദാറിനൊക്കെ നല്ലതാണ്. ബനാറസ് അല്ലേ?
ഇതിൻ്റെയൊക്കെ പടം ഇട്ടേക്കാട്ടോ. ഇത് ഭയങ്കര ട്രെൻഡാട്ടോ ഇപ്പം. ഒറിജിനൽ ക്രേപ്പിൽ ബാന്തിനി 260, 260. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. ഇത് ഒരു പ്രാവശ്യം പണ്ട് നേരത്തെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇത്രയും ട്രെൻഡില്ലായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇതേ ഉള്ളൂ. ഇത് തയ്ക്കണത് ഇട്ടേക്കാവേ, ഇത് ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഇതിൻ്റെ അതിമനോഹരമായ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ കളർ ഇത് ഞാൻ കുഞ്ഞൂന് അടുത്ത കളർ സാരി ഏതാന്ന് ചോദിച്ചോണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കളർ നോക്കിയിട്ട് കുഞ്ഞൂന് കിട്ടിയില്ല ബർത്ത്ഡേക്ക്. എന്നിട്ട് ഞാനൊരു ടോപ്പും പലാസോ പാൻ്റൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ 250 ആട്ടോ. 250 അല്ലേ? നല്ല 3 കളേഴ്സാട്ടോ. 260, സോറി 260. ഇന്ന് വാലന്റൈൻസ് ഡേ, എൻ്റെ ഇന്ന് ബർത്ത്ഡേ ആട്ടോ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ബർത്ത്ഡേ ഗിഫ്റ്റ് പ്രാർത്ഥന യേശുവിൻ്റെ സ്വഭാവമാകാൻ ഇപ്പം എൻ്റെ വലിയ കൊതിയാട്ടോ. നമ്മൾ കൊതിക്കുക, പരിശുദ്ധാത്മാവ് സാധിച്ചിരും. യേശുവിൻ്റെ സ്വഭാവമൊക്കെ ആയാൽ ആ രസമായിരിക്കും അല്ലേ? യേശുവിനെ പോലെ ആകാനല്ലേ സ്വർഗീയ പിതാവ് യേശുവിനെ നമുക്ക് റോൾ മോഡലായിട്ട് തന്നേക്കണേ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട്. ദേ സൂപ്പർ സംഭവം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ടാൽ കേട്ടോ വെച്ചേ. ഇത് നമുക്ക് ഡയബിൾ ഏത് കളർ വേണേലും ആക്കാം. ഈ കളറിലിട്ടിട്ട് ഇത് പ്യുവർ മൽക്കോട്ടനിലാട്ടോ. ഈ കോപ്പർ സെറി ഭയങ്കര ട്രെൻഡല്ലേ. 180 കേട്ടോ. ഇത് കഴിഞ്ഞ തവണ ആർക്കും തന്നെ കിട്ടിയില്ല. ഞാൻ കുറച്ച് എടുത്താർത്തോളൂ. പിന്നെ ഞാൻ ചോദിച്ചു തന്നപ്പോഴത്തേനും അവിടെ ഇല്ല. എല്ലാ കാര്യമൊന്നും അങ്ങനെയാണ്. എനിക്ക് വയ്യ. കുറേ വെറൈറ്റി ഉണ്ടെന്ന്. ഇത് കൂടിയ കോട്ടൺ തുണിയാട്ടോ. കോട്ടൺ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ ഹാൻഡ്ലൂം എന്നൊക്കെ പറയില്ല, വാഷ്ഡ് ഹാൻഡ്ലൂം. രകവും പുറമൊക്കെ കറക്റ്റാണോ? ഇത് ഇതല്ലേ പുറം അല്ലേ? രണ്ടും ഒരുപോലെയാണോ? നല്ല വെച്ചോ. ഒത്തിരി വില കൂടിയ ഇങ്ങനെ ഇത് ഹാൻഡ്ലൂം മെറ്റീരിയൽ ആട്ടോ. ഇത് 250 ആട്ടോ. 250 ആണ്. വാഷ്ഡ് ഹാൻഡ്ലൂം, പക്ക ഹാൻഡ്ലൂം. സൂപ്പർ സംഭവമാണ്. കോഴ്സെറ്റൊക്കെ തയ്ക്കാം. ഈ ചൂടത്തൊക്കെ ഇതൊക്കെ ഗ്രാൻഡ് ലുക്കാണ്. ചെക്ക് പോലെ ഉണ്ടല്ലോ. ആ, അതിലൊരു ചെക്ക് ഉണ്ട്. ലൈനിങ് ഒന്നും ഇടണമെന്നൊന്നുമില്ല. വെള്ളമൊന്നും അടിക്കണില്ലോ. സൂപ്പർ സംഭവം. അതിൻ്റെ ഗ്രീൻ ഒറിജിനൽ ഹാൻഡ്ലൂമാണ്. ഇതൊക്കെ ഇങ്ങനെ ഒറിജിനൽ എല്ലാത്തിനും ഉണ്ടല്ലോ. ഈ ഭയങ്കര തിളങ്ങിയായിരിക്കില്ല കേട്ടോ തുണിയൊന്നും ഇരിക്കണേ. നമ്മുടെ ലിനൻ്റെ തുണി ഓർക്കണല്ലേ, അതുപോലെ അതിൻ്റെ ഇതൊക്കെ വെജിറ്റബിൾ ഡൈയിങ് ഇങ്ങനെ അകവും പുറവും മറ്റേ പ്രിന്റ് പോലെ അല്ല കേട്ടോ. മറ്റേതിൻ്റെ പ്രിന്റിനേക്കാളും ഇതൊക്കെ വ്യത്യാസമുണ്ട് കൂടിയതിന്. അപ്പം ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് അങ്ങനെയല്ല ഇതിൻ്റെ ഒറിജിനലല്ല. സൂപ്പർ സംഭവം കേട്ടോ. വാഷ്ഡ് ഹാൻഡ്ലൂമാണ്. പെട്ടെന്ന് എടുത്തോ. ഇനിയുണ്ട് അതിൻ്റെ കളറ്. ആദ്യം ഇതല്ലേ കാണിച്ചേ അല്ലേ? ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ 4 പിള്ളേരുണ്ട് വാട്സപ്പിൽ. ഇത് 330 കേട്ടോ. ഇതിൻ്റെയൊക്കെ പടം ഇട്ടേക്കാട്ടോ. ഇത് 170. ഇത് ഒന്നും തോന്നരുത്, ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. കുറച്ചേ കിട്ടുകയുള്ളൂ. നേരത്തെ എടുത്തതാ. അപ്പം ഞാൻ വേണമെന്ന് പറഞ്ഞു, പക്ഷെ ഡിസൈൻ ഇട്ടില്ലായിരുന്നു അവർ പറയണത്. അപ്പോൾ എല്ലാവർക്കും തരാം. ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് വേറെ ആർക്കാണ്ട് വന്നാൽ ഞാൻ ഇരന്ന് പിടിച്ച് കുറച്ചെടുത്തു. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പ്രായമൊന്നും കുഴപ്പമില്ല. കൊതികുത്തും വഴക്കടിക്കലാണ് മിക്കയിടുന്നത്. എല്ലാവർക്കും ബില്ലടിച്ചൊക്കെ എനിക്ക് വേണമെന്ന് പറയും. എന്നിട്ട് വഴക്കടിക്കും. അവസാനം ദൈവം എങ്ങനെയാലും അവർ എന്നെ പറയണ്ട. ആ മനുഷ്യരെന്നെ സഹിക്കണത് ഇത്രയും വർഷമേ. കുടുംബത്തിലെ മക്കൾക്കും കെട്ടിയവനും പോലും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കടയിലെ സ്റ്റാഫും അവരും എല്ലാം എന്നെ സഹിക്കണത് ദൈവമേ ഒത്തിരി വലുതാണ്.
അല്ല ഇത് 330, ഇത് 170. അതിൻ്റെ ബ്ലൂ, പൗഡർ ബ്ലൂ ഇത്. ഇനിയിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഈ കോട്ടൻ്റെ ആയിരിക്കും ഫാഷൻ. ഇപ്പം ഇതിൻ്റെ കുർത്തകളൊക്കെ 2000-3000-ക്കൊക്കെയാണ് ഇങ്ങനെ ടോപ്പും ബോട്ടവും ഷോളൂടെ ഉള്ളതൊക്കെ. അപ്പം അങ്ങനെ ഇനി ഇതായിരിക്കും ട്രെൻഡ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കടയിലൊക്കെ ഇതാട്ടോ റണ്ണിങ് എടുക്കാൻ വേണ്ടി അപ്പടി ഇതാ. ഓർഡിനറി കോട്ടൺ അല്ലേ, 150-ൻ്റെ കോട്ടൺ കേട്ടോ. കോട്ട് സെറ്റിനൊക്കെ നല്ലതാണ്, നല്ല പ്രിന്റുകളാണ്. അടിപൊളി. അത് കാണിക്കാത്തത് ഒത്തിരി ഉണ്ട്, വെറൈറ്റി, നന്നായിട്ട് വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടോ ബ്രാസോ, ഇത് ഞാൻ ഓർത്തു ഇത് ആദ്യം കാണിക്കണമെന്ന് ഓർത്തുകൊണ്ടിരുന്നോ, നിങ്ങൾ മറന്നുപോയോ? ഇത് കണ്ടോ ബ്രാസോയുടെ സാരിക്കൊക്കെ എടുക്കാം കേട്ടോ. അതെ 299 ഉള്ള സാരിക്ക്, കുർത്തയ്ക്ക്, ഫ്രോക്കിന്, മിടിക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി. അടിപൊളി. 299. ഇതും പെട്ടെന്ന് തീരും. നമ്മൾ ആദ്യമായിട്ട് കാണിക്കണ കാരണം കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് തീരും. ഈ പ്രിന്റ് അല്ലായിരിക്കും, ഇനി വേണമെങ്കിൽ വേറെ വല്ല പ്രിന്റ് കിട്ടുള്ളൂ. അതിൻ്റെ നമ്മൾ വന്നങ്ങ് എടുത്തായിരുന്നു. 2 ഡിഫറെൻറ്റ് കളർ. 299. ഇതും റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ഇതിന് 280. നിങ്ങളുടെ കലാബോധം അനുസരിച്ച് തയ്ച്ചോ. ഇത് പാൻ്റ് ആക്കാം, ഇതിൻ്റെ ഇച്ചിരി വർക്ക് എടുത്ത് ഇതിൽ വേണമെങ്കിൽ ചാർത്താം. ഇതിനെത്ര? ഇതിന് 250. ഇത് 200. ഇത് 280. കളിയാക്കണ്ട, അതൊക്കെ വിനീതയ്ക്ക് ഇവിടെ മിക്കവർക്കും ശബ്ദമില്ല. കഴിഞ്ഞ ആഴ്ച എനിക്കായിരുന്നു കുഞ്ഞുവിൻ്റെ മരുന്ന് എല്ലാം. എപ്പോഴും ഞാൻ ആശുപത്രിയിൽ ഓടിപ്പോയി കുത്തിവെപ്പ് ഇതൊക്കെ. ഈ തവണ എനിക്ക് അനിതാപ്പിയുടെ കൊച്ചിൻ്റെ കല്യാണത്തിന് കോഴിക്കോട് കൃത്യം തലേൻ്റെ ദിവസം പോയി ഐസ്ക്രീം തന്നിട്ടാണെന്ന് പറയുമ്പോഴാണ് തൊണ്ണ ഒരു കുറുക്കറൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ പിന്നെ പെട്ടെന്ന് കുഞ്ഞുവിനെ വിളിച്ച് ഏതാണ്ട് നല്ല ഡോസിൻ്റെ മരുന്ന് 4 ഗുളിക കഴിച്ചോടുകൂടി എൻ്റെ അസുഖം മാറി യേശുവിൻ്റെ കൃപയാൽ. ഇതിനെത്ര? 250. ഇത് 280. മറക്കരുത് കേട്ടോ. ഇനി ഇതൊക്കെ ശബ്ദമില്ല, ഇവിടെ എല്ലാം കുറെ എല്ലായിടത്തും അതേന്ന് തോന്നണു. എപ്പോഴും ഞാനാണെങ്കിൽ ചുമ്മാ എന്തോരം ഇലയിട്ട വെള്ളം കുടിക്കണമെന്നറിയാവോ? പറയണ്ട. പറമ്പിലുള്ള എല്ലാ ഇലയിട്ട് വെന്ത് ചുക്കും കുരുമുളകും ഒക്കെ ഇട്ട് ഫുൾ ടൈം കുടിക്കണേ, എന്നിട്ടാ പിടിച്ചിരിക്കണേ. ഇത് കണ്ടല്ലോ ഹാഫ് സാരി. ഇതിന് 3 കളറില്ലേ? ഇതെല്ലാം ഓർത്തിരുന്നോളൂ കേട്ടോ. ഇത് 250, ഇത് 230, പ്ലെയിൻ 130. ഇപ്പൊ ഇനി ഫംഗ്ഷനുകൾ വരുമല്ലോ, ഇതിന് ഭയങ്കര ചെലവാട്ടോ. 3 കളർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് എടുത്തു. ഹാഫ് സാരി അല്ലെങ്കിൽ ഇത് സാരിക്ക്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയെങ്കിലും ഷോള്, ടോപ്പ്, ബോട്ടം അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3 മോഡൽ കാണിക്കാം, 3 കളേഴ്സ്. ഇത് റെഡ്, നല്ലൊരു റെഡാട്ടോ. കഴിഞ്ഞ ആഴ്ച കാണിച്ചെങ്കിൽ വാലന്റൈൻസ് ഡേയിൽ എല്ലാവരും ഇട്ടാണ്. ഇപ്പോൾ പഠിച്ച കാലത്ത് വാലന്റൈൻസ് ഡേ ആയിരുന്നെങ്കിൽ വന്ന് വലിയ ആഘോഷമില്ലാന്ന് എന്തോരം പൂക്കളൊക്കെ കിട്ടിയാണ്. എൻ്റെ ബർത്ത്ഡേ അങ്ങനെയായി, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. വാലന്റൈൻസ് ഡേയിൽ ബർത്ത്ഡേ, ഓ മഹാഭാഗ്യമല്ലേ. ഇത് അപ്പോൾ പറഞ്ഞല്ലോ 250, 230, 130. ഇത് 250. എന്ത് രസമായിട്ട് അതിൻ്റെ ഇത് വർക്ക് കണ്ടോ നിങ്ങൾ? ആ സ്കാലപ്പും ഈ വർക്കൊക്കെ എന്ത് മനോഹരമായിട്ട് കൊടുത്തേക്കണേ. അടിപൊളിയാട്ടോ. ബോട്ടിൽ ഗ്രീൻ, 3 കളറുണ്ടേ. ഫംഗ്ഷനുകൾ വരുമല്ലേ, മാർച്ച് മുതൽ അങ്ങ് തുടങ്ങൂലേ. ഇത് നമ്മുടെ റീസ്റ്റോക്ക് ആട്ടം, നമ്മുടെ പിച്ചിപ്പൂ അല്ലേ, പിച്ചിയല്ലോ, ഇലഞ്ഞിപ്പൂ, ഇലഞ്ഞി. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് എന്തോരം ഇവിടെ വന്നേന്നറിയാവോ?
വന്ന ബണ്ടിൽ കണ്ടെങ്കിൽ നിങ്ങൾ ബോധം കെട്ട് പോയേനെ. ഞാൻ പേടിച്ചു. ഞാൻ കാര്യം എനിക്ക് വേണമെന്ന് പറഞ്ഞെങ്കിലും അവിടെ വന്ന് കംപ്ലീറ്റ് എല്ലാവരും ചോദിച്ചപ്പോൾ എനിക്ക് ഓൺലൈനിൽ കൊടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി ഒരു കാര്യം ചെയ്തു, ആ പുള്ളിയുടെ ഇങ്ങനെ അയച്ചു. ഇനി കുറച്ചേ ഉള്ളൂ, എല്ലാം തീർന്നു. ഇനി ഏപ്രിൽ ആകുമ്പോഴത്തേനും നമുക്ക് വരുത്താം. ഇത് എത്രയാ? 350. ഇത് സൂപ്പറാട്ടോ, എല്ലാവരുടെയും കയ്യിലുണ്ട്. നല്ല സൂപ്പർ സംഭവമാണ്. ഫ്രോക്കിന് ടോപ്പിന് കുഞ്ഞൂന് ഇതിൻ്റെ ജീൻസിൻ്റെ ടോപ്പും ഉണ്ട് ഫ്രോക്കും ഉണ്ട്. ഇടുമ്പോൾ നല്ല ഗ്രാൻഡാണ്. കഴുത്തിൻ്റെ ഇവിടെ നിന്ന് വെട്ടി വിട്ടാൽ മതി, അടിക്കണ്ട. ഇങ്ങനെ കഫ്താൻ ഇങ്ങനെ ഒത്തിരി സാധനം തയ്ക്കാം കേട്ടോ. ഭയങ്കര ഫങ്ഷൻ വെയറിന് വലിയ വിലയില്ലാണ്ട് ആ വൈറ്റ് കളർ ഇങ്ങ് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അടിപൊളി നല്ല സൂപ്പർ കോട്ടൺ 150 ഉള്ളേ. 150. എനിക്ക് കഴിഞ്ഞ വർഷത്തെ ചൂട് തോന്നുന്നില്ല, നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? എന്നാണ് വലിയ ചൂട്. ഈ റോഡ് ക്രോസ് ചെയ്യൽ എന്നെ പ്രശ്നമാണ്. എനിക്കിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കളറ്. എൻ്റെ കൈ ഉള്ളൊക്കെ ഭയങ്കര വെളുത്തും. ഇവിടെയൊക്കെ ഫേഷ്യൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ്ട. എന്നിട്ട് 150 ആട്ടോ. നല്ലതാട്ടോ കോഴ്സെറ്റിനൊക്കെ. ടോപ്പും ബോട്ടോ ഈ പ്രിൻ്റ് എടുത്താൽ മതി. ഇപ്പം അതല്ലേ ട്രെൻഡ്. ഓരോ സമയത്ത് ശരിക്കും നമുക്ക് ഈ ഫാഷൻ അനുസരിച്ച് ഡ്രസ്സ് കണ്ടില്ലേ, പെട്ടെന്ന് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി എല്ലാവരും കൂടെ അയ്യോ ഇട്ട മാല സ്വർണ്ണക്കട നടത്തിക്കൊണ്ട് നടക്കും. ഒരു മാല തന്നെ പഴയ കുറേ നൈസ് മാല എനിക്കുണ്ട്. അത് ഇട്ടാൽ ഒന്നും ഇപ്പം എന്നെ കണ്ട ഒരു മെനയില്ല പണ്ടത്തെ. ഇപ്പം എനിക്കെല്ലാം കടയില മതി. കടയിൽ നിന്ന് ഓടിപ്പോയി. ഇപ്പോൾ കട തുടങ്ങിയപ്പോൾ എന്തോരം കാശും ഉള്ള ചിട്ടി എല്ലാം പിടിച്ചൊക്കെ കട തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ പൈസ ഇറക്കിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പം എടുക്കലൊന്നും നടക്കില്ല. അത് കാരണം പിന്നെ പോയി പഴയത് കാരണം ബർത്ത്ഡേക്ക് മേടിച്ചിട്ടതാ. പഴയ സ്വർണ്ണമൊക്കെ മാറി. ദേ സൂപ്പർ സംഭവം കേട്ടോ. 150. എനിക്ക് ഒത്തിരി ലൈറ്റ് വെയിറ്റിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടാൽ നല്ല ഒരുപാടൊക്കെ ഇല്ലേ, നല്ല നല്ല മാല. ഇങ്ങനത്തെ ചെയിൻ 2 ഗ്രാം മുതലുണ്ട് കേട്ടോ. ബോസ് ചെയിൻ റോസ് ഗോൾഡിൻ്റെ. ഇതും 2 ഗ്രാം. കമ്മൽ 1 ഗ്രാമേ ഉള്ളൂ. നല്ല കമ്മലല്ലേ റോസ് ഗോൾഡ്. റോസ് ഗോൾഡ് ഇല്ലായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു റോസ് ഗോൾഡ്. ഇത് നമ്മുടെ ഡയബിൾ ഹക്കോബ ആട്ടോ. 299. ഇതെപ്പോഴും ചിലവാട്ടോ. അതിൻ്റെ പല പല ഡിസൈനും ഉണ്ട്. 299. കുറച്ച് നാളിട്ടിട്ട് വല്ല ചെളിയൊക്കെ പറ്റിയാൽ ഡൈ ചെയ്യാം. നല്ല രസമാണ്. പക്ഷെ എനിക്ക് ഈ കളറാട്ടോ ഇഷ്ടം. ഞാനത് കൂടെ പറയട്ടെ. എപ്പോഴാണെങ്കിലും ഡൈ ചെയ്ത് വന്നേക്കാളും രസമുള്ള കളറല്ലേ ഇത്. ആ രസം. ഇനി ഫുൾക്കാരിയുടെ കുറേ ഉണ്ടേ. 190 അല്ലേ? അല്ല 170. 170 ഫുൾക്കാരി കോട്ടയിലെ കട്ട് വർക്ക്. പണ്ടത്തെ ഫുൾക്കാരിയുടെ പോലെ കനമൊന്നുമില്ല കേട്ടോ. ഈ തെപ്ചിക്കോട്ട സ്റ്റൈലിലേക്ക് മാറിയെന്ന് തോന്നുന്നു. ഈ എംബ്രോയ്ഡറി നല്ല രസമില്ലേ? ഈ എംബ്രോയ്ഡറിക്ക് ഒരു ചേഞ്ചൊക്കെ വന്നു. 170 കുറേ ഉണ്ടേ. നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഈ കളറുടെ ഐശ്വര്യമല്ലേ. എൻ്റെ ചുരിദാർ കണ്ടോ? നമ്മുടെ സെറ്റാട്ടോ. എത്രയായിരുന്നു? 3000 അല്ലായിരുന്നോ? 3400 അങ്ങനെ ഏതാണ്ടല്ലേ. ഡോളോ സിൽക്ക് അങ്ങനെ ഏതാണ്ട് 3000 സംതിങ്ങാണ്. ഈ ഷോള് കാരണം ഞാനിത് ക്രേപ്പല്ല, എനിക്ക് ഇച്ചിരി പൊങ്ങിയിരിക്കണ ഷോളെ ഇഷ്ടം. അല്ലെങ്കിൽ ഒട്ടിക്കിടന്നാൽ വണ്ണം തോന്നിച്ചാലോ നോത്ത്. ഓർഗൻസയുടെ സിൽക്ക് ഓർഗൻസയുടെ ഷോളും ഫുൾ ഹാൻഡ് വർക്ക് കേട്ടോ. ഇവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറെ എവിടെ നിന്ന് സെറ്റ് എടുത്താലും പോലും ചേരില്ല. നമ്മുടെ കടയിലെ സെറ്റ് എനിക്ക് ചേരുള്ളൂ. ഞാൻ എവിടെയെങ്കിലും കടകളിൽ കയറുമ്പോൾ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാം. റണ്ണിങ് എടുക്കാറുള്ളൂ, സെറ്റ് എടുക്കാറില്ല. പക്ഷെ അത് ചീറ്റി പോവുകയാണ്. 170 കേട്ടോ. നല്ല കളേഴ്സ് കേട്ടോ. പെട്ടെന്ന് എടുത്തു കേട്ടോ. വൈറ്റ് കളറ്. വൈറ്റൊക്കെ എടുത്തു. ഇനി കൃത്യസമയം ഈസ്റ്റർ ഇതൊക്കെ വരുമ്പോഴത്തേനും നേരത്തെ തയ്ച്ച് പറക്കിയൊക്കെ. ഇപ്പോഴാണ് ഡ്രസ്സ് എടുക്കാൻ ഏറ്റവും തിരക്ക് വരുമ്പോൾ ഓടിപ്പിടിച്ച്. ചൂട് കാരണം ഇപ്പം എല്ലാവരും അധികവും ഓൺലൈൻ ആണ് മേടിക്കണമെന്ന് തോന്നുന്നു. എന്നാലും കടയിൽ വന്നിട്ട് കടയിൽ വരുന്നവർ പറയും അച്ചോ ഞങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എന്ത് രസമുള്ള ഡ്രസ്സ് ഇവിടെ വന്നിട്ട് കാണും.
അതപ്പോൾ വെബ്സൈറ്റിൽ ഇതിലൊക്കെ നോക്കാം, അല്ലെങ്കിൽ വീഡിയോ പിടിക്കാൻ വെച്ചേക്കണതും കാണുന്നുണ്ട്. നിരാശപ്പെടണ്ട, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കണം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതാ ഈ കണ്ടേന്നേ. എന്നും വീഡിയോ ഇടുന്ന എനിക്കും ഒരു വലിയ വെളിവൊന്നുമില്ല. വെളിവുണ്ട് കേട്ടോ എൻ്റെ ദൈവമേ. ദൈവമക്കളെ സൂക്ഷിച്ച് സംസാരിക്കണം എന്നല്ല പറഞ്ഞേ. ധൈര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവല്ലേ നമ്മളെ ഭരിക്കണേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് വെളിവില്ലെന്നൊക്കെ പറയണമ്പോൾ പരിശുദ്ധാത്മാവിന് സങ്കടമാവും. നല്ല ബ്ലൂ കളർ അല്ലേ? 170. ഇത് 150 ആട്ടോ, കട്ട് വർക്കല്ല, ഫുൾക്കാരി. 150. 150. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. അപ്പോൾ മറക്കരുത് ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്യാനൊക്കെ പെട്ടെന്ന് എടുത്തത്. എത്ര അവൈലബിൾ എന്ന് ചോദിച്ചോണ്ടിരിക്കേണ്ട, ഇത്ര മീറ്റർ എന്ന് ഇടുക, വാട്സപ്പ് കോൾ വിളിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.